നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഇരിക്കുന്ന ബോക്സില്ലേ, ഇതുപോലൊരു ബോക്സ് എനിക്ക് വേണ്ടി ഇവിടെ വെക്കാൻ പറ്റുമോ? പുറത്തുനിന്ന് ആള് തരുന്നത് ഇവിടെ വെക്കാൻ പറ്റില്ല സർ. മാഡം, കുറച്ച് മുൻപ് ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ 25,000 രൂപയുടെ ഫുഡ് കഴിച്ച് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതിന്? ഇതൊരു പെൺകുട്ടിയുടെ ഓപ്പറേഷന്റെ ചെലവിന് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുക മാഡം, പ്ലീസ്. ശരി സർ, ഓക്കെ. താങ്ക് യു മാം. നാളെ തന്നെ ഇതുപോലത്തെ ഒരു empty ബോക്സ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കാം. നിങ്ങളൊരു അനാഥ പെൺകുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയുള്ള സഹായമാണ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു മാം. അനാമിക, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് വിചാരിച്ചിട്ടാ ഇവൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. ഇവനോട് സത്യം തുറന്നു പറഞ്ഞാലോ? അല്ല, ഇത് എന്താ ആലോചിച്ച് നിക്ക? നമുക്ക് പോകണ്ടേ? പോവാലോ. എന്താ നടക്ക്, വാ പോവാം. തൽക്കാലം ഇപ്പൊ ഇത് പറയണ്ട. ചീനിന്റെ കാര്യം എന്നോട് മറച്ചു വെച്ചേക്കല്ലേ, അപ്പൊ ഇത് ഞാൻ അവനോടും പറയുന്നില്ല. എത്ര നാളിങ്ങനെ പോന്ന് നോക്കാലോ. പെണ്ണിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ പയ്യനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇന്നത്തെ കാലത്തൊരു പയ്യനൊരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് തന്നെ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അത് മാത്രമല്ലല്ലോ, എന്റെ മോളെ നിങ്ങളുടെ മകൻ 4 വർഷമായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ നിന്ന് തന്നെ അവന്റെ സ്വഭാവത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് കണ്ടെത്തിയ ആലോചനയൊക്കെ സാർ അങ്ങ് തട്ടിക്കളഞ്ഞല്ലേ? പിന്നെ മോളെവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പ്രകാശം പറഞ്ഞു. ഇപ്പൊ അവള് ജോലിക്കൊന്നും പോകുന്നില്ല. എന്റെ രണ്ടാമത്തെ മോന് കുറച്ചു നാളായിട്ട് ജോലിയില്ലായിരുന്നു. ആ സമയത്ത് ഇവള് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ മോന് വലിയ ശമ്പളമുള്ളൊരു ജോലിയെ കിട്ടിയിരിക്കുന്നേ. കുടുംബത്തിലെ കഷ്ടതകൾ മനസ്സിലാക്കി ജോലിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ മോള് ഒരു ഉത്തരവാദിത്തമുള്ള മോള് തന്നെ. അതെ അതെ, ഈ ചേച്ചിയെ പോലെ ഇത്രയും നല്ലൊരാള് ഈ നാട്ടിലെ കാണൂല. ശരി, അതൊക്കെ ഇരിക്കട്ടെ. മോളെന്താ ചെയ്യുന്നേ? ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്ടി. പ്രാക്ടീസോ? വക്കീലിന് പഠിക്കുകയാണോ? ചേച്ചി, അവര് ചോദിച്ചത് പാടണെ പറ്റിയല്ല, പഠിക്കണെ പറ്റിയാ. ലൂസ് ലൂസ്. ഞാൻ 8th പഠിക്കുന്ന ആന്റി. അല്ല മോനെ, നീയോ? ഞാൻ 5th പഠിക്കുന്നത്. ഓ, പരാധീനതയൊക്കെ ഉണ്ടെങ്കിലും പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? നിങ്ങളുടെ മോളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാരെയും ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോ നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കാലോ അല്ലേ? ആ, സമ്മതം. ആ, ഇപ്പൊ തന്നെ വേറൊരു കാര്യം സംസാരിക്കുന്നത് നല്ലതാന്ന് തോന്നുന്നു. പറഞ്ഞോളൂ, എന്താ കാര്യം? വേറെ എന്താ, സ്ത്രീധനത്തിന്റെ കാര്യം തന്നെയാ. ഇതിനു മുമ്പ് ഇവന് പെണ്ണ് കാണാൻ പോയ വീട്ടിൽ നിന്ന് കാറ് വരെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞതാ. നിങ്ങളൊരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബം, ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു തന്നാലും മതി. നിങ്ങളോട് ഞങ്ങള് 100 പവനൊന്നും ചോദിക്കാൻ പോകുന്നില്ല, എന്നാലും ഒരു 50 പവനെങ്കിലും തന്നിരുന്നെങ്കിൽ നന്നായനെ. വൈര നെക്ലസ് ഒന്നും ഇടണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. എന്നാ ഒരു വൈര മുക്കൂത്തിയെങ്കിലും ഇട്ട് മോളെ പറഞ്ഞയക്കണോന്നേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇതിന് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തു പറ്റി? ഞാനൊന്നും അധികമായിട്ട് ചോദിച്ചിട്ടില്ലല്ലോ. ഇതിനേക്കാളും ഒരുപാട് തരാൻ തയ്യാറായിട്ടുള്ള ബന്ധങ്ങളും എന്റെ മോന് വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ മോളെ എന്റെ മോന് ഇഷ്ടപ്പെട്ടോണ്ട് ചോദിക്കുക. ഇതിന് നിങ്ങൾക്ക് സമ്മതമാണല്ലോ അല്ലേ? എന്തൊരു ചോദ്യം അത്! നിങ്ങൾ ന്യായമായിട്ട് തന്നെ ചോദിച്ചത്. ചെറുക്കന്റെ വീട്ടുകാര് ഇതൊക്കെ ചോദിക്കുന്നത് സാധാരണയാ. ഞങ്ങൾക്ക് സമ്മതം തന്നെയാ. നിങ്ങൾ ചോദിച്ചതെല്ലാം തരാൻ ഞങ്ങൾ തയ്യാറാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം നന്നായിട്ട് നടന്നാൽ
അങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ടച്ച. നിർമ്മലേ, അമ്മേ, അമ്മ മിണ്ടാതിരിക്ക. ഇവരൊന്നും അറിയാതെയല്ലേ സംസാരിക്കുന്നേ? അമ്മ ഇവരുടെ കൂടെ കൂടുവാണോ? അല്ല മോളെ, ഞങ്ങളെന്താ അതിന് തെറ്റായിട്ട് ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിപ്പോ ആരോട് ചോദിച്ചു എന്നതിലാ തെറ്റുള്ളത്. നിങ്ങൾ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങള് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ കാര്യങ്ങളാ. അതിനുവേണ്ടി എന്റെ അച്ഛൻ കടം വാങ്ങി ചെലവാക്കുന്നത് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. നിർമ്മല, പ്രകാശ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് കരുതി എനിക്ക് എന്റെ കുടുംബത്തെ കഷ്ടപ്പെടുത്താനൊന്നും പറ്റില്ല. ഇതൊക്കെയാ നിങ്ങളുടെ വീട്ടുകാരുടെ ആവശ്യമെങ്കിൽ ആർക്കാണോ ഇത് തരാൻ കഴിയുന്നേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടുന്ന് കല്യാണം കഴിക്കാം. ഇവിടെ അത് നടക്കാൻ പോകുന്നില്ല. നിർമ്മല, നീ ഒന്നും മിണ്ടാതിരിക്കും. അച്ഛാ, എന്തൊക്കെയാ ഈ കുട്ടി സംസാരിക്കുന്നേ? ഇത്രയും നേരം ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് തന്നെ വലിയ കാര്യം. ഇത്രയും നേരം ഇവള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഡാ, ഈ കല്യാണം നമുക്ക് വേണ്ട. വാടാ, അയ്യോ ഇറങ്ങടാ, പറയുന്ന കേക്ക്. ഒന്ന് സമാധാനപ്പെട്. ഇനി ഈ വീട്ടിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ നിക്കില്ല. നിങ്ങൾ വാ, വാടാ, പോവാ. വരാനല്ലേ പറഞ്ഞേ? മാഡം പറയുന്നൊന്ന് കേക്ക്. മാഡം പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നല്ല വീട്ടിലാ പെണ്ണ് കാണാൻ വന്നത്. പാതിയിലേക്ക് എന്റെ പോയാലോ? കഷ്ടകാലം. ഒന്ന് നിക്കേ, ഞാൻ പറയുന്നത് കേക്ക്. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, അവളൊരു ചെറിയ പെണ്ണാ, എന്തോ അറിയാതെ പറഞ്ഞു പോയതാ. നിങ്ങൾ ചോദിച്ച സ്ത്രീധനമെല്ലാം ഞങ്ങൾ തരാന്ന് പറഞ്ഞില്ലേ? ഇതെന്റെ മോളുടെ ജീവിതത്തിന്റെ പ്രശ്ന. ഒന്ന് ആലോചിച്ച് നോക്ക്. ദാ നോക്ക്, ഞങ്ങൾക്ക് ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. നിങ്ങളുടെ മോൾ ഇപ്പൊ തന്നെ തർക്കുത്തരവാ പറയുന്നേ. നാളെ ഇവള് ഞങ്ങളുടെ വീട്ടിൽ മരുമോളായി വന്നു കയറിയ എന്തൊക്കെയായിരിക്കും പറയാ? ഇതേപോലത്തെ വായാടി പെണ്ണൊക്കെ എന്റെ വീട്ടിൽ മരുമോളായി വന്ന അതോടെ തീർന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഓർത്ത് അറിയാതെന്തോ അധിക പ്രസംഗം പറഞ്ഞു പോയതാ. അതിന് ഞാൻ ക്ഷമ ചോദിക്കുക, നിങ്ങളോട് കേൺ അപേക്ഷിക്കുക. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അയ്യോ, ദാ നോക്ക്, ഞാൻ തീരുമാനിച്ച അതിന് മാറ്റമില്ല. ഈ ഒരു ബന്ധം ഞങ്ങൾക്ക് ചേർന്നതല്ല. ഡാ, വാടാ, മാഡം, നിങ്ങൾ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. അവള് തങ്കം പോലത്തെ പെണ്ണാ. തങ്കാണെങ്കിലേ ഭദ്രമായിട്ട് വീട്ടിനകത്ത് പൂട്ടി വെക്കണം. മനസ്സിലായോ? നീ വാടാ. എന്താ നോക്കിയിരിക്കണം? നിങ്ങൾ നീ തേടി വന്ന ആത്മാവ് ഇവിടെ തന്നെയാണുള്ളത്. ഞാൻ അന്വേഷിച്ചു വന്ന ആത്മാവ് ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല.